ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കണ്ണിമാങ്ങ അല്ലെങ്കിൽ ഉണ്ണിമാങ്ങ എന്നൊക്കെ പറയും, അത് മുളകിട്ട് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ്. അപ്പോൾ ഇത് നന്നായി കഴുകി കൊണ്ടുവച്ചേക്കണതാണ് കേട്ടോ. മൂവാണ്ടൻ്റെ കണ്ണിമാങ്ങയാണ്. ഞങ്ങൾ കണ്ണിമാങ്ങ എന്ന് പറയുക, ചില സ്ഥലത്തൊക്കെ ഉണ്ണിമാങ്ങ എന്ന് പറയും. അപ്പോൾ ഇത് ഞെട്ടിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ആദ്യം. ഇപ്പോൾ കഴുകി വെച്ചേക്കണ്ട, അത് കഴിഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ടും കൂടിയും നന്നായി കഴുകിയെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ ഞെട്ടി ചെത്തി കളയുമ്പോൾ അതിൻ്റെ അവിടുന്ന് പശ വരും. അപ്പോൾ ഈ പശയൊക്കെ ഉണ്ടായാൽ നമ്മുടെ നാവുമ്പോൾ പൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടും കൂടി ഒന്ന് നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ അതിങ്ങനെ ചെത്തി ഇട്ട് അതിൻ്റെ ഉള്ളിലത്തെ മാങ്ങാണ്ടിയൊക്കെ കളയണം കേട്ടോ. മാങ്ങാണ്ടി കയ്ക്കും. എന്നിട്ടിങ്ങനെ ചെറുതാക്കി അരിയണം. അപ്പോൾ മറ്റുള്ള അച്ചാറുകൾ ഉണ്ടാക്കണ പോലെ ഇതിലേക്ക് ഉലുവയോ അല്ലെങ്കിൽ കായപ്പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. വെറുതെ ഉപ്പും മുളകും മാത്രം ഇട്ടാൽ മതി. ഇത് കൂട്ടി കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇവിടെ കണ്ണിമാങ്ങകൾ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ കഴിയണേനെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് കൂട്ടാം. ചൂടുള്ള കഞ്ഞിയുടെ കൂടെയൊക്കെ ഇതിങ്ങനെ ഓരോ കഷ്ണം എടുത്ത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല സ്വാദാണ്. ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കണ്ണിമാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നന്നായി കഴുകി വാരി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു മൂവാണ്ടൻ മാവ് മാത്രമേ ഉള്ളൂ, വേറെ മാവൊന്നുമില്ല. അതുമെന്ന് നമുക്ക് അത്യാവശ്യത്തിനുള്ള മാങ്ങ കിട്ടാറുണ്ട് കുറേശ്ശെ. അപ്പോൾ എല്ലാം കഴുകി വാരിയിട്ടു കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി മാത്രം ഇട്ട് വെച്ചാൽ മതി. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. കണ്ണിമാങ്ങ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഉപ്പിലിട്ട് വയ്ക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ണിമാങ്ങ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം കൂട്ടി കഴിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. ഞങ്ങളിവിടെ വെള്ളമൊന്നും ഒഴിക്കാറില്ല, വെറുതെ ഇങ്ങനെ ഇട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാറുള്ളൂ. അപ്പോൾ ദാ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് മുളകിട്ടത് റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.